രാഹുൽ മാങ്കൂട്ടത്തിനെയും വേടനെയും എടുക്കുകയാണെങ്കിൽ രണ്ടും രണ്ട് തരത്തിലുള്ള കേസുകളാണ്. വേടനെതിരെ ആ ഒരു പരാതി ഉന്നയിക്കുന്ന സമയത്ത് തന്നെ സർക്കാർ വേടനെ ചേർത്ത് പിടിക്കുന്ന നടപടി ആദ്യമേ തന്നെ തുടങ്ങി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇതുവരെ പരാതിക്കാരാരുമില്ല എന്നാണ് അതിനകത്ത് മറ്റൊരു കാര്യം. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു യുവ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിലൊരു പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. റേറ്റിംഗിന് വേണ്ടി വാർത്തകളെ വളച്ചൊടിക്കുന്ന ഒരു രീതിയാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചാണ് തെളിയിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അവിടെ ക്രൈംബ്രാഞ്ച് ഏറ്റവും കൂടുതൽ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെ പരാതിക്കാരില്ല. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായി കേരളക്കര ഒട്ടാകെ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പീഡന പരാതികൾ, അദ്ദേഹത്തിനെതിരെ വന്ന പീഡന പരാതികൾ. അപ്പോൾ ഇത്രയും ദിവസങ്ങളായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഈ ഒരു വിഷയം പറഞ്ഞ് ആക്രമിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വേടനെതിരെ ഇതുപോലൊരു പീഡന പരാതി, ഒന്നല്ല 3 പീഡന പരാതികളാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് പക്ഷേ പരാതി കൊടുക്കുകയും അത് കോടതി വരെ എത്തുകയും ചെയ്ത പരാതികളായിട്ട് പോലും വേടന് ജാമ്യം ലഭിച്ചു. അപ്പോൾ പറയപ്പെട്ടത് രണ്ടുപേരും, അതായത് പുരുഷനും സ്ത്രീയും ഒരുപോലെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പിന്നീട് പുരുഷനെതിരെ പരാതിയുമായി വരുന്നതിന് ന്യായമില്ല എന്നായിരുന്നു കോടതിയുടെ വിധി ഉണ്ടായിട്ടുള്ളത്. വേടനെതിരെ ഈ ഒരു രീതിയിലുള്ള മറുപടിയും പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ ഒരു പരാതി വരുമ്പോൾ, അല്ലെങ്കിൽ ഈ തരത്തിലുള്ള ഒരു പരാതി വരുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലെ സ്വന്തം പാർട്ടി ഉൾപ്പെടെ എല്ലാവരും തന്നെ മാറ്റി നിർത്തുകയും ചെയ്യുന്നത് ഇരട്ടത്താപ്പല്ലേ? എനിക്ക് തോന്നുന്നു നമ്മൾ ആദ്യമേ തന്നെ വേടൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ വേടന് ഇതിനു മുമ്പോട്ടും ആദ്യത്തെ കേസ് വരുന്ന സമയത്ത് അന്ന് എങ്ങനെയായിരുന്നു മാധ്യമങ്ങൾ അതിനെ ട്രീറ്റ് ചെയ്തത്? മാധ്യമങ്ങൾ അതിനെ ആഘോഷിക്കുകയാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് വേടനെതിരെ ആ ഒരു പരാതി ഉന്നയിക്കുന്ന സമയത്ത് തന്നെ സർക്കാർ വേടനെ ചേർത്ത് പിടിക്കുന്ന നടപടി ആദ്യമേ തന്നെ തുടങ്ങിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർക്കാർ ആദ്യമേ വേടനെ ഒന്ന് ചൊറിയാൻ നോക്കി, അല്ലെങ്കിൽ വേടനെതിരെ തിരിഞ്ഞു. അപ്പോൾ ജനങ്ങൾ സർക്കാരിനെതിരെ പോയപ്പോൾ സർക്കാരിനത് വലിയ ദോഷം ചെയ്യുമെന്ന് തോന്നി. അവസാനം വേടനെ കൊണ്ട് തന്നെ ഒരു സർക്കാർ പരിപാടി ഉദ്ഘാടനം ചെയ്യിപ്പിച്ച് പാടിപ്പിച്ച് സർക്കാർ വേടനെ ചേർത്ത് പിടിക്കുന്നു എന്നൊരു ടൈറ്റിലായിരുന്നു സർക്കാർ പോയിട്ടുള്ളത്. പിന്നീടാണ് കൂടുതൽ പരാതികളുമായിട്ട് പല സ്ത്രീകളും വേടനെതിരെ വന്നിട്ടുള്ളത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇതുവരെ പരാതിക്കാരാരുമില്ല എന്നാണ് അതിനകത്ത് മറ്റൊരു കാര്യം. ഏകദേശം 13 പരാതികൾ വന്നിട്ടുണ്ടെങ്കിലും അതെല്ലാം ഈ വാർത്ത കണ്ടിട്ട് ആളുകൾ തന്നെ കൊടുത്തിട്ടുള്ള പരാതികളാണ്. അല്ലാതെ പീഡന പരാതിയുമായിട്ട് ആരും മുന്നോട്ട് പോയിട്ടില്ല എന്നതാണ് അതിനകത്ത് മറ്റൊരു വസ്തുത. പിന്നെ രാഷ്ട്രീയമാണ്, നമുക്കെല്ലാം അറിയാം. രാഷ്ട്രീയപരമായിട്ടൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എത്രത്തോളം അതിനെ ആക്ഷേപിച്ചു കൊല്ലാമോ, കളിയാക്കി കൊല്ലാമോ, അതിനൊരു ന്യൂസാക്കി കണ്ടന്റാക്കി എത്രത്തോളം ഓടിക്കാൻ പറ്റുമോ അത് തന്നെയാണ് മാധ്യമങ്ങളും എല്ലാവരും നോക്കുന്നൊരു കാര്യം. പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് ഒരു ഫിഗർ കൂടിയാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ പിണറായി സർക്കാരിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ഒരു യുവ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അതിലൊരു പേര് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ്. കാരണം മിസ്റ്റർ പിണറായി വിജയൻ എന്ന് എടുത്തു പറയത്തക്ക രീതിയിൽ രാഹുൽ മാങ്കൂട്ടം വളർന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ അത്രത്തോളം പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും ഫിഗർ വാല്യൂ ഉള്ള ഒരാളെ വെച്ച് എപ്പോഴും കണ്ടന്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ഓടും. കാരണം ആളുകൾ ഇതിനെപ്പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ്. പിന്നെ രാഷ്ട്രീയമാണ്. രാഷ്ട്രീയപരമായിട്ട് ഇപ്പുറത്തെ ചേരിയിൽ നിൽക്കുന്ന ഒരാൾക്ക് അപ്പുറത്തെ ചേരിയിലുള്ള ഒരാളെ അടിക്കാൻ അവസരം കിട്ടുമ്പോൾ അത് കൃത്യമായിട്ട് വിനിയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ അതേ സമയം തന്നെയാണ് BJPക്കെതിരായിട്ട് ഇതേ ഒരു പരാതി വന്നപ്പോൾ, പീഡന പരാതി വന്നപ്പോൾ എങ്ങനെയാണ് മറ്റുള്ള പാർട്ടികൾ അതിനെ നോക്കിക്കണ്ടത് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ മറ്റൊരു കാര്യം പറയട്ടെ, ഈ വേടനെതിരെ പരാതികൾ വന്ന സമയത്ത് മാധ്യമങ്ങൾ ഇതിനെ സ്വീകരിച്ചുകൊണ്ടിരുന്നത് വേടനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു പല മാധ്യമങ്ങളും വാർത്തകൾ പുറത്തുവിട്ടുകൊണ്ടിരുന്നത്. അതൊരു പക്ഷേ വേടനെതിരെ തിരിഞ്ഞാൽ ജനങ്ങൾ ആരാണോ വാർത്ത നൽകുന്നത്, വേടനെതിരെ വാർത്ത നൽകുന്നവർക്കെതിരെ ജനങ്ങൾ തിരിയുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കാം വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നത്. വേടനെതിരെ പരാതി കൊടുത്തിട്ടുള്ള പെൺകുട്ടികളെ മോശമായിരുന്നു ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം വന്നപ്പോൾ ഇതെല്ലാം നേരെ തിരിഞ്ഞു. പെൺകുട്ടികൾ എല്ലാവരും തന്നെ പരിശുദ്ധമാരും, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണുപിടിയനായിട്ടുമായിരുന്നു പല മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെ ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ഏതാണോ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഏറ്റെടുക്കുന്നത്, അല്ലെങ്കിൽ ആരെയാണോ ജനങ്ങൾക്ക് കൂടുതൽ പ്രിയം വരുന്നത്, അതനുസരിച്ച് റേറ്റിംഗിന് വേണ്ടി വാർത്തകളെ വളച്ചൊടിക്കുന്ന ഒരു രീതിയാണ് മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇങ്ങനെയുള്ള ഇത് സമൂഹത്തിൽ ഉന്നത നിലയിൽ നിൽക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ശ്രദ്ധ കിട്ടുന്ന ആളുകളുമായിട്ട് എപ്പോഴും ഇത്തരത്തിലുള്ള പരാതികൾ പലപ്പോഴും നമ്മൾ വന്ന് കണ്ടിട്ടുള്ളതാണ്. അതിനകത്തെല്ലാം പല പരാതികളും ഫേക്ക് ആയിരിക്കും. എത്രത്തോളം ജെന്യൂനിറ്റി
ഉണ്ട് എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ് അവിടെ. ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിൻ്റെ പുറകിൽ തന്നെ നമ്മൾ ആരാധ്യതുല്യരായിട്ട് കണ്ട പലർക്കെതിരെയും പരാതികൾ വന്നു. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ വന്നൊരു സമയത്തായിരുന്നു ഇപ്പം നിവിൻ പോളിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നിവിൻ പോളി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പരാതിയുമായിട്ട് ഒരു പെൺകുട്ടി വന്നപ്പോൾ അതിനെ കൃത്യമായിട്ട് അവർ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ അല്ലെങ്കിൽ ജനങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്? അങ്ങനെ ഒരു വിഷയം നടന്നിട്ടുണ്ട്, നിവിൻ പോളി ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമേ ജനങ്ങൾ വിശ്വസിക്കൂ. പക്ഷെ നിവിൻ പോളിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടിയിട്ട് തന്റെ കൂടെയുള്ള സഹപ്രവർത്തകർ തന്നെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല, അത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് തെളിവുകളും ഉണ്ടായിരുന്നു. അതെ, പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സ്വന്തം ഭാഗം ക്ലിയർ ആക്കാനുള്ള അവസരം പോലും പാർട്ടി നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇപ്പോൾ സതീശൻ, വി.ഡി. സതീശൻ ഇതിന് പുറകിലുണ്ടെന്നും അതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്നും പിന്നിലേക്കാക്കാൻ സതീശന്റെ പല കളികളും നടക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ സതീശനെ പ്രതികൂലിച്ചുകൊണ്ട് ഒരുപാട് ആളുകൾ ഇപ്പൊ രംഗത്ത് വരുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ. അതുകൊണ്ട് നമുക്ക് അതിനെ തള്ളിക്കളയാനും സാധിക്കില്ല എന്നുള്ളതാണ്. ഇതൊക്കെ ഒരു ഗ്രൂപ്പ് പോരിന്റെ മറ്റൊരു വഴിയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പം പല നേതാക്കന്മാരും ഉണ്ടായിരുന്ന കാലത്ത് ഇതേപോലെ തന്നെ അകത്തളത്ത് തന്നെ ഒരു കുത്തുകുത്തുന്ന പരിപാടി കോൺഗ്രസിൽ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ നടന്നു വന്നിട്ടുണ്ട്. ഇപ്പം കോൺഗ്രസിന്റെ ചരിത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരും തോറും പിളരും തോറും വളരും, അങ്ങനെ ഒരു സംവിധാനത്തിൽ പോയിക്കൊണ്ടിരുന്ന പാർട്ടിയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് നേതാക്കന്മാരുണ്ട്. അപ്പം എല്ലാവരെയും പിന്തള്ളി താൻ മുന്നിലേക്ക് വരണം എന്നുള്ളത് എല്ലാവരുടെയും ഒരു പൊളിറ്റിക്കൽ വിഷനായിരിക്കും. അപ്പം അതിനു വേണ്ടി അവർ എങ്ങനെ നിലകൊള്ളുന്നു എന്നത് മറ്റൊരു ചോദ്യമാണ്. ഇപ്പം കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഇവരെല്ലാം പല അഭിപ്രായങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് ഇതെല്ലാം പാർട്ടി പ്രസിഡന്റിനെ ഏൽപ്പിക്കുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിച്ചേർന്നാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങളും വരത്തില്ലായിരുന്നു. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ എങ്ങനെ സംരക്ഷിക്കാം എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെയും വേടനെയും എടുക്കുകയാണെങ്കിൽ രണ്ടും രണ്ട് തരത്തിലുള്ള കേസുകളാണ്. അതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് രണ്ടുപേരും സമൂഹത്തിൽ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളാണ്. അപ്പം നിവിൻ പോളിക്കെതിരെ വന്ന കേസ് പോലെയാണോ രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പോലീസാണ് തെളിയിക്കേണ്ടത്. ഇപ്പം ക്രൈംബ്രാഞ്ച് അതിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അപ്പം ക്രൈംബ്രാഞ്ചാണ് തെളിയിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അവിടെ ക്രൈംബ്രാഞ്ച് ഏറ്റവും കൂടുതൽ വെല്ലുവിളി എന്ന് പറയുന്നത് അവിടെ പരാതിക്കാരില്ലാത്ത ഒരു പടക്കമാണ് അവിടെ ഉള്ളത്. ആ പടക്കം പൊട്ടുമോ ഇല്ലയോ എന്ന് വേണം ഇനി ക്രൈംബ്രാഞ്ച് തെളിയിച്ച് കണ്ടെത്താൻ. പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഭൂമികുലുക്കം ഉണ്ടാകാം. പക്ഷേ ഉണ്ടാകേണ്ട ഭൂമികുലുക്കങ്ങളൊക്കെ ഉണ്ടായി. ഇനി അതിൽ കൂടുതലൊന്നും ഉണ്ടാകാനില്ല എന്നാണ് യാഥാർത്ഥ്യം. കാരണം എത്രത്തോളം ആക്ഷേപിക്കാൻ കഴിയുമോ അത്രത്തോളം ആക്ഷേപിച്ചു കഴിഞ്ഞു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ഗർഭചിത്ര പരാതികളൊക്കെ ഇനി വ്യാജമാണെങ്കിൽ അത് വി.ഡി. സതീശന് ഒരു ബൂമറാങ് പോലെ വരുമെന്നുള്ളത് നമ്മൾ നോക്കിയിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. പിന്നെ നേഷൻ ഫസ്റ്റിലെ കഴിഞ്ഞ ദിവസം പി.സി. ജോർജ് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഇവിടെ അവസാനിച്ചു എന്നുള്ളത്. ഇതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? കാരണം ഇന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായി തന്നെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അങ്ങനെ തീരുന്ന ഒരു കരിയറൊന്നും അല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇപ്പോൾ CPM-ന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ നേതാക്കന്മാർക്കും എതിരെ, അതായത് CPM-ലെ തലമുതിർന്ന എത്ര നേതാക്കന്മാർക്കെതിരെ പീഡന പരാതികളുണ്ട്, എന്നിട്ടും അവരെല്ലാം ഇപ്പോഴും ഭരിക്കുന്നില്ലേ? അപ്പം അതിലൊന്നും വലിയ കാര്യമില്ല. ഇതിനു മുമ്പിട്ടും ഇതിലും വലിയ പരാതികൾ വന്നിട്ടുള്ള ആളുകളൊക്കെ പിന്നീട് MLA-യും MP-മാരും ഒക്കെ ആവുന്ന ചരിത്രം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം കേരള രാഷ്ട്രീയത്തിൽ ഇതൊരു പുതുമയൊന്നുമല്ല. അപ്പം ഇങ്ങനെയുള്ള കേസുകൾ ചിലപ്പോൾ രാഷ്ട്രീയത്തിലെ പൊന്തൂവൽ എന്ന് വേണമെങ്കിലൊക്കെ അവർ വിശേഷിപ്പിക്കും. അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ. മരണങ്ങൾ, ചില ആളുകളൊക്കെ ഞങ്ങൾ അവരെ തട്ടി ഇവരെ തട്ടി എന്നൊക്കെ പറഞ്ഞ് പണ്ട് എന്തോരം വിവാദങ്ങളുണ്ടായി. അതൊക്കെ ഒരു പൊന്തൂവലായിട്ട് കൊണ്ടു നടക്കുന്ന പല ആളുകളും ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സർവ്വസാധാരണമായിട്ട് നടക്കുന്ന കാര്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിനകത്ത് ജെനുവിനിറ്റി എന്താണ്, ജെനുവിനിറ്റി അല്ലാത്തത് എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള പാടാണ്. കാരണം സമൂഹത്തിൻ്റെ മുൻനിരയിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ അയാളെ തകർക്കാനും നശിപ്പിക്കാനും ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് ഒരു പെണ്ണ് കേസാണ്.